പട്ടാമ്പി സ്റ്റേഷനിലെ എൻട്രിയാണിത്. ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല, കാരണം ഇവിടെ വണ്ടി പോലും കയറില്ല. അതാ പാവപ്പെട്ട നിഷാനതാ രാത്രി 2 മണിക്ക് വയ്യായ പിയായ ആ പോണൊരു പോക്ക്. അനാഥപ്രേതം പോലെ നിൽക്കുന്ന സ്നേഹയും നന്ദനയും. ടിജോ വണ്ടി ഇടിച്ച് പട്ടാമ്പി സ്റ്റേഷന് മുന്നിൽ എന്താണ് പറയാനുള്ളത്? അല്ലെ വണ്ടി ഇടിച്ചവന്മാര് അവന്മാര് നേരെ പച്ചക്കറി ഇറക്കാൻ വേണ്ടി ലോഡുമായിട്ട് കമ്മീഷൻ. നമുക്ക് അതിന്റെ കൂട്ടത്തിൽ കമ്മീഷൻ നമ്മൾ മറ്റേ മുകുന്ദൻ അതിന്റെ പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോണെന്ന് പറഞ്ഞ കുറെ അണ്ണന്മാര് അല്ലേ സംഭവം. അതായത് വണ്ടി ഇടിച്ച 2 ഊളകള് അവന്മാര് വണ്ടി ഇടിച്ച് അവന്മാർ നമ്മുടെ മെക്കിട്ട് കയറിയിട്ട് അവന്മാര് പണിയെല്ലാം കഴിഞ്ഞ് അവന്മാരുടെ ഇഷ്ടത്തിന് അവന്മാര് പോയി പെട്ടിരിക്കുന്ന നമ്മള് ആശുപത്രി പരിപാടിയെല്ലാം കഴിഞ്ഞ് സ്റ്റേഷനിലും വന്ന് ഇവിടെ നമ്മളിങ്ങനെ മൂഞ്ചി കുറിച്ച് പിടിക്കുന്നു. BMW മൂട്ടില് ലോറി ഉടന്ന് കയറ്റി ഇടിച്ച് പൊളിച്ച് സ്നേഹ കാണിച്ചു കൊടുക്കും. സ്നേഹയ്ക്ക് നെഞ്ചു പൊട്ടുന്നുണ്ടാവും. സ്നേഹയാണ് RC ഓണർ ആ കിടക്കുന്നത്. സ്നേഹ കാണാൻ വയ്യ. കാർ എഞ്ചിൻ അങ്ങനെ ഔട്ട് കംപ്ലീറ്റ്ലി. സംഗതി BMW ഇന്ന് രാവിലെ പണിക്ക് കൊടുത്തയച്ച്. ആക്സിഡൻ്റ് ആണ് ഇന്ന് പുലർച്ചെയാണ് ഉണ്ടായത്. ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് സിജോ, നന്ദന, നിഷാന, നോറ, കുറച്ചിൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈവനിങ് എത്തിയത് സിജോവും എല്ലാവരും. അപ്പോൾ നമുക്ക് നൈറ്റ് ഫുഡ് പുറത്തുനിന്ന് അടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു 8 മണി 9 മണി ആകുമ്പോഴത്തേക്ക് മലപ്പുറം ഡെലീഷ്യയിൽ പോയി ഫുഡൊക്കെ അടിച്ച് അവിടുന്ന് ഒരു കേക്ക് കട്ട് ചെയ്ത വീഡിയോ നിങ്ങൾ ഇന്നലെ കണ്ടു കാണും. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റിൽ നന്ദുവിനെ പട്ടാമ്പി ഡ്രോപ്പ് ചെയ്യുക. പട്ടാമ്പി നന്ദുവിൻ്റെ ഒരു ഫ്രണ്ട് വരും, കുറച്ചും കൂടി ഈസി ആയിട്ട് തിക്കും തിരക്കും ഇല്ലാതെ പോകാമെന്ന് പറഞ്ഞു. കാരണം ഓൾറെഡി സിജോ വന്ന സമയത്ത് ആ വണ്ടിക്കകത്ത് 4-5 പേരുണ്ട്. 4-5 പേര് 5 പേര് പ്രിസൈസ്ലി 5 പേരുണ്ട്. അപ്പം 5 പേരും കൂടി ഇനി തിരിച്ചു പോകുമ്പോഴും ഉറക്കവും വയറ് ഫുള്ള് ഫുഡൊക്കെ അടിച്ച് ഒരു കൺജസ്റ്റഡ് ആയിട്ട് പോകണ്ടല്ലോ. അപ്പം ഞങ്ങൾക്കും നൈറ്റ് ഡ്രൈവ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനും സ്നേഹിയും ജിത്തുഭായി അബിയൊക്കെ പറഞ്ഞു ഞങ്ങൾ നന്ദുവിന് എന്ത് ചെയ്യുക പട്ടാമ്പി ഡ്രോപ്പ് ചെയ്യുക. പിന്നെ 2 വണ്ടിയിലും കൂടി പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈവണായിട്ട് ഇരുന്നിട്ട് പോയാൽ മതി, ഇത്ര തിക്കും തിരക്കും കൂടും വേണ്ട, മെല്ലെ അങ്ങനെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 വണ്ടി എടുത്ത് മലപ്പുറത്തുനിന്ന് ഏകദേശം ഒരു 11 മണിയായി കാണും അങ്ങോട്ട് പോയി. പോണ വഴിക്ക് നമ്മൾ പിന്നെയും വെള്ളം കുടിക്കാൻ നിർത്തുന്നുണ്ട്. നമ്മൾ ചില്ലായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ സിജോൻ്റെ കാറിലാണ് കയറി. സംസാരിക്കാണ്ട് പറഞ്ഞപ്പോൾ ഞാൻ സിജോൻ്റെ കാറിൽ കയറി. നന്ദനയും നിഷാനൊക്കെ എൻ്റെ വണ്ടിയിലും കയറി. അങ്ങനെ ആ വണ്ടി മുന്നിൽ പോയി. BM ആദ്യം അഭിലാഷ് ഡ്രൈവ് ചെയ്ത് മുന്നിൽ പോയി. സിജോ ഞാനൊക്കെ ബാക്കിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു കൊപ്പം എത്തിയ സമയത്ത് പട്ടാമ്പി എത്തുന്നതിന് കുറച്ച് മുമ്പാണ് കൊപ്പം എന്ന് പറഞ്ഞ സ്റ്റോപ്പുള്ളത്. കൊപ്പത്ത് എത്തിയപ്പോൾ എനിക്കൊരു കോൾ വരികയാണ് സ്നേഹൻ്റെ, വേഗം വാ വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞിട്ട്. ഞാൻ നോക്കും സ്നേഹ ആകെ പാനിക്കാണ്. സ്നേഹ പാനിക്കുന്ന സെൻസ് സ്നേഹ ഭയങ്കരമായിട്ട് പൊട്ടുന്നുണ്ട് വോയിസ്. അപ്പോൾ ഞാൻ സ്നേഹയോട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമോ എന്ന് ഫസ്റ്റ് ചോദിക്കുന്നു. വണ്ടി പോട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തല ഇടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞങ്ങളൊരു 2 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഉള്ളത് ആക്സിഡൻറ്റ് സ്പോട്ടും ഞങ്ങളെ കാറും. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അവിടെ ചെന്ന ടൈമിൽ ലോറിയാണ്, പച്ചക്കറി കൊണ്ടുവന്ന ലോറി നമ്മുടെ BMൻ്റെ ബാക്കിൽ ഇടിച്ച് കയറിയിരിക്കുകയാണ്. BMൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നൊരു മരം ലോറി, ആ ലോറി അതിൻ്റെ മുമ്പിലൊരു വണ്ടി ഉണ്ടായിരുന്നു എന്ന് അബി പറയുന്നുണ്ട്. അവർ സ്ലോ ഡൗൺ ചെയ്തപ്പോൾ മരം ലോറി ലോഡ് വണ്ടിയില്ല, അവർ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മളെ വണ്ടി ഒന്ന് സ്ലോ ഡൗൺ ആക്കി. ബാക്കിൽ വരുന്ന ലോറിക്കാരൻ വളവും ഇറക്കവും കൂടിയാണ്, പിന്നെ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ, ഇങ്ങനെ അടിച്ച് കയറി വന്ന് ഇടിച്ച് കയറ്റി. BM ആയതുകൊണ്ട് വലിയ സീന് ആർക്കും അകത്തുള്ളവർക്ക് സംഭവിച്ചില്ല. എല്ലാവരും പ്രീമിയം വണ്ടി വാങ്ങുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് എന്തിനോട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ. പക്ഷേ മനസ്സിലായി ഇന്നലെ അതിൻ്റെ ഒരു ഗുണം മനസ്സിലായി. കാരണം അങ്ങനത്തെ ഇടിയാണ്, ഉള്ളിലേക്ക് ഒരു മനുഷ്യരും കാര്യമായിട്ടൊന്നും സംഭവിക്കാത്തത് ആ വണ്ടീൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെയാണ്. ഇതാണെങ്കിലും നന്ദുവിന് തല ഇങ്ങനെ പോയി ഇടിച്ചതിൻ്റെ ഒരു പ്രശ്നം. നിഷാന മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് റിലാക്സ് ആയി കിടക്കായിരുന്നു. അപ്പോൾ നിഷാന അടുത്ത് തെറിച്ച പോലെയായി. സ്നേഹയും വലിയ സീനില്ല, ജിത്തുബായിക്കും ഓക്കെയാണ്, അബിയും ഓക്കെയാണ്. നിഷാനയ്ക്കും നന്ദുവിനുമാണ് കുറച്ച് തല ഇടിച്ചതും മൊത്തത്തിലൊരു എന്താ പറയുക ഇടീൻ്റെ ഒരു ആഘാതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വണ്ടി ഇടിച്ചപ്പോൾ ഡ്രൈവർ കൃത്യമായി ഇറങ്ങി വന്ന് ഞാൻ അതൊരു വിഷ്വൽ ഞാൻ സൈഡിൽ ഓടിയൊന്നും കൊടുക്കുന്നില്ല, വിഷ്വൽ ഞാൻ വെക്കാം. ഇപ്പോൾ ചെറിയ കഴിഞ്ഞ കാര്യം പോട്ട്, കാരണം കേസോ സാധനമൊന്നും ഇല്ല, ആക്കിയിട്ടുമില്ല. അപ്പോൾ എന്താണെങ്കിലും ഡ്രൈവർ കൃത്യമായി സമ്മതിച്ചിട്ടുണ്ട് അങ്ങേര് അബദ്ധം പറ്റി. അങ്ങേര് അബദ്ധം പറ്റി, ചവിട്ടിയിട്ട് കിട്ടിയില്ല അത് അങ്ങേര് പറഞ്ഞു. അങ്ങേരെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ചാടി നീച്ചു വൻ ഫയറിങ്, വൻ ഡയലോഗ്. ഇത് ഞാൻ കണ്ടിട്ടില്ല നേരിട്ടിട്ട്.
അവിടെയുള്ള നാട്ടുകാരും പിന്നെ വിഷ്വൽസ് നന്ദുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന വിഷ്വൽസ് കണ്ടപ്പോഴാണ് ഇത് മനസ്സിലായത്. അപ്പം എന്താണെങ്കിലും അങ്ങനെയാണല്ലോ, വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ചില ആൾ ഇപ്പോൾ ഡ്രൈവറോ അല്ലെങ്കിൽ ഒപ്പമുള്ള ക്ലീനറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ എന്ത് ചെയ്യും, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വെക്കും, ഒരാൾ ചിലപ്പോൾ ഭയങ്കര ഡയലോഗ് അടിക്കുന്ന ആളാവും. എന്താണെങ്കിലും അങ്ങനത്തെ ഡയലോഗടിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നാട്ടുകാർ കുറച്ച് നല്ല ആളുകൾ കാര്യം അറിഞ്ഞ് വന്ന് കൃത്യമായിട്ട് അവരെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. 1-2 ആൾക്കാരൊക്കെ ഏതോ ഹോസ്പിറ്റലിൻ്റെ കേസൊക്കെ പറഞ്ഞ് പ്രൈവറ്റ് പോയാൽ മതി, ഗവൺമെൻറ് പോകണ്ടെന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞാൻ സിജുവിനോട് ഗവൺമെൻറ് കൊണ്ടുപോകാൻ പറഞ്ഞു. കാരണം തലയ്ക്കാണ് 2 പേരും പറയുന്നത്, മുഴയുണ്ട്, തലയ്ക്കാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു. 1-2 ആൾക്കാർ അവിടെ ഒന്ന് പ്രഷർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ലേറ്റർ ഓൺ സിജോവും അൻസിഫൊക്കെ വന്നിട്ട് പറഞ്ഞു കമ്മീഷൻ അടിക്കാനുള്ള പരിപാടിയോ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കാറുണ്ട് സായി എന്ന് പറഞ്ഞു. ഓക്കെ, എന്തായാലും അതവിടെ നിൽക്കട്ടെ. നാട്ടുകാർ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റിൽ വരുന്നൊരു കച്ചറ ഉണ്ടല്ലോ, ആ കച്ചറ ചെറിയ രീതിയിൽ അവിടെ സംഭവിച്ചിട്ടുമുണ്ട്. പിന്നെ നന്ദു ആണെങ്കിലും സ്നേഹയാണെന്നുണ്ടെങ്കിലും നിഷാനയാണെന്നുണ്ടെങ്കിലും അവർ സംസാരിക്കും. ഓക്കെ, ഒരാൾ വളരെ മോശമായി റൂഡായി ബിഹേവ് ചെയ്യുമ്പോൾ അവർ സംസാരിച്ച സമയത്ത് നീ പെണ്ണല്ലേ എന്നൊക്കെയുള്ള ഡയലോഗൊക്കെ വണ്ടിയിലുള്ള ചങ്ങായി അടിച്ച്. എന്താണെങ്കിലും അത് പോട്ടെ, അയാൾക്കാണെങ്കിലും അയ്യോ ഇത് വണ്ടി ഇടിച്ച് നമ്മളെ തലയിൽ വരും, എങ്ങനെയും രക്ഷപ്പെട്ട് പോകണം, അല്ലെങ്കിൽ ഇത് എല്ലാവരും കൂടി വന്ന് നമ്മളെ തലയിടും എന്നുള്ള മൈൻഡ് സെറ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഓരോ മനുഷ്യന്മാരുടെ രീതിയിലാണ് അത്. എന്താ പറയുക, ആ വണ്ടി ഇടിച്ച സിറ്റുവേഷൻ നമുക്ക് ഒരിക്കലും അസസ് ചെയ്യാനും ഗസ് ചെയ്യാനും ഭയങ്കര പാടാണ് ആളുകളുടെ മെൻറ്റാലിറ്റി. എന്തായാലും അതൊക്കെ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു. വണ്ടി ഇടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്തപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അതാണ് ഇവിടെ സംസാരിക്കാനുള്ളത്. പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്ത് വണ്ടിയുടെ ക്ലീനർ എന്നോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വണ്ടി വരില്ല, നമ്മളോട് വണ്ടി എടുത്ത് പോലീസ് സ്റ്റേഷനിൽ പട്ടാമ്പി സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇതിൽ 2 പേര് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, ആ പോയ വ്യക്തികൾക്ക് എങ്ങനെ എന്ത് എന്നുള്ളത് ഒരു പിടുത്തവും ഇല്ല. ഇങ്ങനെ 2 പേര് വണ്ടി ഇടിച്ച് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ പോലീസുകാർ ഈ സിറ്റുവേഷൻ വന്നൊന്ന് കാണണ്ടേ? നാളെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ എന്താണെന്നോ, ഇവിടെ എന്താ അത് പോലീസുകാരെ മരണമല്ലോ. ഞാൻ നമ്പർ എടുത്ത് പട്ടാമ്പി സ്റ്റേഷനിൽ വിളിച്ചത് സാറോട് പറഞ്ഞു, സാറേ 2 കാഷ്വാലിറ്റീസ് ഉണ്ട്, അവർ 2 പേരും ഏതാണെന്ന് അറിയില്ല, അത് 2 ലേഡീസാണ്, നിങ്ങൾ ഇവിടെ വരാതെ നിങ്ങൾ ഐഡൻറ്റിറ്റി കാർഡും സാധനവും ബുക്കും പേപ്പറൊക്കെ എടുത്തിട്ട് സ്റ്റേഷനിൽ വാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങളിങ്ങോട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ബോർഡറിലെങ്ങാണ്ടാണ് വണ്ടി, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ASI സാറ് വന്നു. ഒപ്പം ഡ്രൈവറായിട്ട് വന്ന ആൾ. പിന്നെ മൂപ്പര് മൈൻഡ് ചെയ്തൊന്നുമില്ല. മൂപ്പര് വണ്ടി ഒരു സൈഡിൽ നിർത്തിയിട്ടിട്ട് മറ്റേ മുണ്ടും പോച്ച് മൂപ്പര് കടന്നുറങ്ങി. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നൈറ്റ് ഡ്യൂട്ടിയാണ്, മനുഷ്യനാണ്, ഉറക്കം വരും. അങ്ങനെ ഇറങ്ങിയതേ ഇല്ല. ASI സാറ് ടോർച്ചൊക്കെ ആയിട്ട് ഇറങ്ങി, മഴയില്ല നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ ഒരു മൂഡാണ് അങ്ങേർക്ക്. പിന്നെ ഈ ലോറിക്കാർ രാത്രി പോകുന്ന ഹെവി വെഹിക്കിൾസൊക്കെ ഒരു റൂട്ടിൽ ചിലപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന വണ്ടികളായിരിക്കാം. ഞാൻ ഈ ഡ്രൈവറുടെ ഒപ്പം ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് റൂഡായി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫോണിൽ അങ്ങേര് എനിക്ക് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് അങ്ങേര് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ ആ റൂട്ടിൽ എപ്പോഴും പച്ചക്കറി കൊണ്ടുപോകുന്ന വണ്ടിയാണ്. അപ്പോൾ ആ റൂട്ടിൽ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് ഫോണിൽ അടിച്ച് തന്നപ്പോൾ ഞാനിത് കണ്ടു. അപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഉറപ്പായി ഇവർക്ക് അറിയാം വണ്ടി ഇടി അത് നേരെ പോകണം, കേസാക്കണം, വിടുന്നു. പിന്നെ അതിൻ്റെ പിന്നാലെ ആ വഴിയാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ്. അങ്ങനെയാണ് ആൾക്കൊന്നും വണ്ടി ഇടിച്ചു, അവർക്ക് വലിയ സീനില്ല, എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ അവിടെ പോവാം, പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുക്കാം, നമുക്ക് നമ്മളെ ലോഡ് ഇറക്കാം. ഈ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള മനുഷ്യന്മാർക്ക് എന്ത് പറ്റി, ഹോസ്പിറ്റലിൽ എന്തായി, ഇതൊന്നും ചോദ്യവും പറച്ചിലുമില്ല. ഈ 2 പേരും ഡ്രൈവറാണെങ്കിലും ഒപ്പമുള്ള വ്യക്തിയാണെങ്കിലും അത് വളരെ മോശം പരിപാടി. നമ്മൾ ചോദിക്കേണ്ട അറ്റ്ലീസ്റ്റ് എന്താ എങ്ങനെയാണല്ലോ, അതൊന്നും ഇല്ല കേട്ടോ, ആ ബിഹേവിയർ ഒന്നും ഇല്ല. എന്താണെങ്കിലും ASI വന്നു, അങ്ങേര് പച്ചക്കറി വണ്ടീൻ്റെ മുകളിൽ നമ്പർ പ്ലേറ്റും ബോർഡൊക്കെ അടിച്ചു നോക്കി. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ട് ഓടുന്ന വണ്ടി കൊണ്ട് ആൾക്ക് പിടുത്തം കിട്ടി, ഇത് ആരാ എന്താ എങ്ങനെയാണെന്നുള്ള വണ്ടി കിട്ടിക്കാണും. അവരോട് മാത്രം അങ്ങേര് സംസാരിച്ച് ലാസ്റ്റ് പച്ചക്കറി അല്ലേ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തൃപ്രയാറല്ലേ ലോഡ് ഇറക്കണ്ട, അവിടെ പോയി ഇറക്കിയിട്ട് വാ, കുഴപ്പമൊന്നുമില്ല, ID കാർഡും സാധനങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ കാണിച്ചാൽ അത് വണ്ടീൻ്റെ ബുക്കും പേപ്പറും കാണിച്ചിട്ട് നിങ്ങൾ വിട്ടോ. അപ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ട്, സാറേ 2 പേര് കൂട്ടത്തിൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, അവരുടെ എന്താ അറിഞ്ഞിട്ട് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒന്നും ഇല്ലാതിരിക്കട്ടെ, ആ ഇല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിട്ടോ. ആ മെൻറ്റാലിറ്റി നമ്മൾ പറയുന്നത്. മൂപ്പര് പച്ചക്കറി വണ്ടി, ഞാൻ ഞെട്ടിപ്പോയി. പച്ചക്കറി വണ്ടിയാന്ന് വിചാരിച്ചിട്ടൊരു എന്തുവാടെ ഇത്?
എന്താണെങ്കിലും അവിടുന്ന് നമ്മൾ വണ്ടി എടുത്തു, നേരെ പട്ടാമ്പി സ്റ്റേഷനിൽ ചെന്നു. പട്ടാമ്പി സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ ഫ്രണ്ടിലൊരു സാറ് ഇരിക്കുന്നുണ്ട്. ആ സാറ്, ഞാൻ കുറേ പോലീസുകാരോട് സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനൊരു അടിപൊളി മനുഷ്യനാണ്, ഉള്ള കാര്യം പറയണല്ലോ. അങ്ങേരൊരു നല്ല മനുഷ്യനാണ്. അങ്ങേര് വളരെ ക്ലിയറായിട്ട് കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞു. അതായത് ഇത് വണ്ടി ഇടിച്ച കേസാണ്, നിങ്ങളെ ബാക്കിൽ ലോറി കൊണ്ടുവന്ന് ഇടിച്ചതാണ്. ഈ ലോഡ് പച്ചക്കറിയാണ്. ഞങ്ങളവിടെ ASI സാറ് വന്നിട്ട് സിറ്റുവേഷൻ നോക്കി, എല്ലാ കാര്യങ്ങളും നോക്കി, അവിടെ നിന്ന ആളുകളോട്, അത് ഏറ്റവും വലിയ പോയിന്റ്, അവിടെ അപ്പം ഉണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു. ഈ വണ്ടി ഇടി കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് ഈ ASI സാറ് സ്ഥലത്തെത്തുന്നത്. 12 ചില്ലറയായിട്ടുണ്ടാവും ഇങ്ങേര്, 12 ചില്ലറല്ല, 1 മണി അടുപ്പിച്ച് അങ്ങേര് എത്തണം. എത്തിക്കഴിയുമ്പോൾ ഇങ്ങേര് ആ സ്ഥലത്ത് നിന്ന് കാണുന്നത് ആകെ ലോറിക്കാരി, ഞങ്ങളെ കാറിലുള്ള ഞാൻ, അബി, ജിത്തുബായി, പിന്നെ അവിടെ കൂടിയ ആൾക്കാരൊക്കെ പോകുന്നവർ ചിലപ്പോൾ കണ്ടു നിർത്തുന്ന ആളുകൾ, അല്ലാതെ അവിടെ ആ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന ആരുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ എന്താണ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് പച്ചക്കറി വണ്ടി വിടാൻ പറയുന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. എന്നാലും ഞാനത് ചോദിച്ചു. ഞാൻ ഈ സാറ് പറയുന്നതൊക്കെ കേട്ടു. നമ്മളെ എല്ലാ പ്രൂഫും ഡോക്യുമെൻസും സാധനവും കൊടുത്തു, ലോറിക്കാരൻ്റെയും കൊടുത്തു. കേസാക്കാം, ഒന്നുമല്ല, സിമ്പിളാണ് കാര്യം. കേസൊക്കെ ആക്കിയ ദേശം പ്രശ്നമല്ലേ. അപ്പം പിന്നെ അതിലും നല്ല എന്താ, എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത്, അവർ പാവം ജീവിക്കാൻ വേണ്ടി ലോറിയിൽ പോകുന്ന ആളുകളല്ലേ. നിങ്ങൾ ഇതിപ്പോൾ മുതലാളി തരുമൊന്നുമില്ല, അവരെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സെറ്റിൽമെൻറ്റ് സ്കീമിലാണ് ഈ സാധനം മുന്നോട്ട് പോകുന്നത്. ഇതിന് മുമ്പ് വണ്ടിയൊക്കെ ഇടിക്കുമ്പോൾ ഇതേ സെറ്റിൽമെൻറ്റ് സ്കീമിൽ പോലീസുകാർ അവരങ്ങനെയാണ്. അതായത് മേജർ സാധനം അല്ലാന്നുണ്ടെങ്കിൽ അവരതൊരു ഔട്ട് ഓഫ് കോഴ്സ് സാധനത്തിന് മുകളിൽ അങ്ങനെ അവർ പറയും. അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, എനിക്കതൊന്നുമല്ല പ്രശ്നം, എൻ്റെ വിഷയം അതൊന്നുമല്ല. എൻ്റെ വിഷയം ഇത്രേ ഉള്ളൂ, സാറേ 2 പേരും ഹോസ്പിറ്റലിൽ പോയവരുടെ കണ്ടീഷൻ എന്താണെന്ന് അറിയാതെ ഈ ലോറീൻ്റെ ആളുകളെയും വിടേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇത്രയും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അപ്പോഴാണ് ഈ സാറ് പറയുന്നത്, അതായത് ഞാൻ ഈ യൂണിഫോം ഇട്ടിരിക്കുക എന്നുള്ളൂ, ഇതിലും മോശം അവസ്ഥയാണ് ഇൻ്റെത്. നമ്മളെ നിയമത്തിൻ്റെ കുരുക്കുകൾ സായി വളരെ കഷ്ടമാണ്. എന്താ ഞാൻ സായിനോട് പറയുക? ഇതിങ്ങനെയാണ്, വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അവരിവിടെ വരുന്നു, സാധനങ്ങൾ തരുന്നു, ലോഡ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോകാൻ പറയും. ഇതൊന്നും അവസ്ഥ ആലോചിച്ച് നോക്ക്. ഒരു 10 വണ്ടിക്കാർക്കോ വണ്ടിയിലുള്ളവർ ഹോസ്പിറ്റലിൽ പോയതിനെ കുറിച്ചൊരു ചിന്തയില്ല. എന്നാൽ പോലീസുകാർ പറയണ്ടേ, അവർ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, നീ ഒരു 10 മിനിറ്റ് നിൽക്ക്, ASI അവിടുന്ന് വിളിച്ചു തുടങ്ങി ആരോ ഇട്ടോ നിൽക്കാതെ. പച്ചക്കറി, ഞാൻ ചോദിച്ചു പച്ചക്കറിയാണ് സാറേ, പാലോ മീനോ പെട്ടെന്ന് കേടിരുന്ന സാധനമൊന്നുമില്ല, പച്ചക്കറിയാണ്. എന്തായാലും വണ്ടി ഇവന്മാർ കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റി, അവന്മാരെടുത്ത് തെറ്റുള്ള ആളുകളുടെ ഇത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ട് ഈ വണ്ടിയിലുള്ളവരെ കുറിച്ച് എന്താ എങ്ങനെയെന്ന് അറിഞ്ഞിട്ട് പോകുകയെന്നുള്ളതൊരു മാന്യതയല്ലേ. പോലീസുകാർ അതിലും വിറ്റ് കോമഡി. ആ സാറോടൊന്നും പറയല്ല, കാരണം സാറ് ഓപ്പണായിട്ട് പറയാണ്, ഞാൻ ഈ കാക്കിക്കകത്ത് കയറുന്നത് ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സായി. അതായത് പട്ടാമ്പി സ്റ്റേഷനിൽ ഒരു ലോറി വേറൊരു വണ്ടിക്ക് ഇടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറ്റി ഇടാനുള്ള സെറ്റപ്പ് ഇല്ല. അടുത്തുള്ള പെട്രോൾ പമ്പിലോ വേറെ ഏതെങ്കിലും CCTV ഉള്ള എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തണം. ഇല്ലെങ്കിൽ നാളെ ഈ ലോറിയിൽ നിന്ന് എന്തെങ്കിലും കളവ് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മളെ തലയ്ക്ക് എത്തും. നമ്മുടെ അവസ്ഥ ഇതാണ്. പട്ടാമ്പി സ്റ്റേഷനിൽ ഒരു വണ്ടി ഇടിച്ച് വന്നു കഴിഞ്ഞാൽ ലോറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇടിപ്പിച്ച് CCTVൻ്റെ ഫ്രണ്ടിൽ, CCTV ഉള്ള സ്ഥലത്ത് ഫ്രണ്ടിൽ ഇടാനേ പറയൂ. വേറെ വഴിയില്ല സായി, നിങ്ങളെ വണ്ടി കാറായതുകൊണ്ട് കയറ്റി ഇട്ടു. ലോറിക്കാരനെ ഇവിടെ പിടിച്ചു നിർത്തി, ഇവിടെ സ്ഥലമില്ല, ഒന്നുമില്ല. പിന്നെ ഈ ലോറിക്കാരൻ ASI പറഞ്ഞ പോലെ പച്ചക്കറിയാണ് ആ സ്റ്റോപ്പിൽ ഇറക്കണം എന്നുള്ള പറഞ്ഞാൽ അവർ വിട്ടോളാൻ പറഞ്ഞ് വിട്ട്. എങ്ങനെ ഇരിക്കുന്നു? എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് കേസാക്കണമെങ്കിൽ കേസാക്കാം, കേസാക്കിയിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനെ നമുക്ക് പറഞ്ഞില്ല, കേസാക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം കേസാക്കി കഴിഞ്ഞാലും വണ്ടി 2 ദിവസം ഇവിടെ കിടക്കണം, മഴയാകുമ്പോൾ നിങ്ങൾ വണ്ടി ഞാൻ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴും പോയിട്ടാ പച്ചക്കറിക്ക് വണ്ടി പോയി, അവർ ലോഡിറക്കാൻ വേണ്ടി പോയി. ഇങ്ങനെ ഇന്ന് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ആൾ വരും, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വരും, വണ്ടി നോക്കും, പിന്നെ കോടതി പോകും. അങ്ങനെ 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ വണ്ടി കിട്ടും. അപ്പം ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു, എന്താണെങ്കിലും ഈ ലോറിയിലുള്ള ഡ്രൈവറും ക്ലീനറും പൈസ തരില്ല. ഓക്കെ, തന്നാൽ തന്നെ 5000, 4000, 3000 അതൊരു പ്രാഗി പറഞ്ഞാൽ തരും. ഇതിന് മുമ്പ് ഒരു ബസ് എടുത്ത സമയത്ത്, അന്ന് ഞാൻ കോളേജ് ടൈമിലാണ്, നമുക്ക് വേറെ വഴിയില്ല, പ്രാക്കെങ്കിൽ പ്രാക്ക് ചേട്ടാ പൈസ പറഞ്ഞ് കുത്തിന് പിടിച്ചിട്ട് പൈസ വാങ്ങിയിട്ടുണ്ട്. ഇതെന്താണെങ്കിലും ഒരു പൈസ. പിന്നെ മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടി പോകാത്ത 2 ആൾക്കാരാന്നുള്ളത് അവർ ആറ്റിറ്റ്യൂഡെന്ന് മനസ്സിലായി. ഇല്ലെങ്കിൽ അവർ ചോദിക്കൂല വണ്ടിക്ക് എന്ത് പറ്റി, എന്താ പ്രശ്നം, ഒന്നും ചോദിച്ചില്ല. ഒരു സംഗതി അവർക്കില്ല. മുതലാളി ഗുണ്ടാളെ പിടിച്ചിട്ടാണോ ഇതിന്? കാരണം ഒരു തരത്തിലും ഒരു എന്താ പറയുക,
ഒരു മനുഷ്യത്വം ഇല്ലാത്ത രണ്ടാളെ പിടിച്ച് വണ്ടിയിൽ ഓടിപ്പിക്കുന്ന ഒരു മുതലാളിൻ്റെ ഗതിയാണ് ഞാൻ ആലോചിച്ച് വെക്കുന്നത്. എന്താണെങ്കിലും ഇവരൊന്നും ചോദിച്ചില്ല. നമ്മൾ ആദ്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു, സാറേ ഒന്നും ചെയ്യാനില്ല, എന്നെ കൊണ്ട് ഇതിന് പിന്നാലെ വയ്യ, ഞാൻ എന്താ ചെയ്യാം, ഞാൻ എൻ്റെ പാട്ടിന് കൊണ്ടുപോയിട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ട് അതിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊണ്ട്, ഓക്കെ, അതുകൊണ്ട് സാറ് വിട്ടേക്ക്, ഒഴിവാക്കി. ഇനിയിപ്പോൾ സാറ് കുറേ നിയമത്തിൻ്റെ പ്രശ്നങ്ങളോ ഞാനിവിടെ കിടന്ന് കുറേ നിയമത്തിൻ്റെ പ്രശ്നങ്ങളോ ഈ ലോറിക്കാരെ മനുഷ്യത്വമില്ലായ്മയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഓക്കെ, ഇടി കിട്ടിയത് എൻ്റെ വണ്ടിക്ക്, ഭാഗ്യത്തിന് വണ്ടിയിൽ ആർക്കും മേജറായിട്ടൊരു പ്രശ്നങ്ങളുമില്ല. പിന്നെ വണ്ടിയാണ് എന്താണെങ്കിലും ഇടിക്കുമ്പോൾ നമ്മൾ നന്നാക്കണം, വേറെ വഴിയില്ല, ഇതിങ്ങനെ തീർന്നു പോകുന്നത്, ഇത് നന്നായി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങാൻ നേരത്ത് സ്നേഹയും നിഷാനിയും നന്ദനിയും സ്റ്റേഷനിൽ വന്നു. അവർ നിഷാന ഉള്ളിൽ കയറിയിരുന്നു. അപ്പോൾ അവിടെ നമ്മളെ ഇന്നലത്തെ ഫൈനൽ വെച്ചിരുന്നു ഇംഗ്ലണ്ടിൻ്റെ. അപ്പോൾ അതിങ്ങനെ ഫുട്ബോൾ ഒരു സൈഡിലുണ്ട്, ഒരു പോലീസുകാരൻ ഫുട്ബോൾ കണ്ടിരിക്കുന്നുണ്ട്. ഈ സാറ് നമ്മളോട് വേറൊരു സാറ് സംസാരിക്കുന്നുണ്ട്. 3 ലേഡീസാണ്, അവർ 3 പേരും അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ 5-6 ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്. നിഷാനിൻ്റെ ഇഷ്ടത്തിനുള്ളിൽ കയറിയിരുന്നാണ് പാവം. ഓക്കെ, ബാക്കിയുള്ളവർ പുറത്ത് തന്നെ പോസ്റ്റ്, നമ്മളൊക്കെ പുറത്ത് പോസ്റ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ASI സാർ നേരത്തെ ഈ സിറ്റുവേഷനിൽ ആ സ്ഥലത്ത് വന്ന് ഇത് അസസ് ചെയ്യാവുന്ന ASI സാറ് മൂപ്പര് ജീപ്പൊക്കെ നിർത്തി. മൂപ്പര് നേരെ വരുന്നു. ആലുവ മണപ്പുറത്ത് കണ്ട പരിചയവും കൂടി ഒരാൾക്കും ഇല്ല. ഈ വണ്ടി തട്ടി ഒരു ബേസിക് മാനേഴ്സ് ഉണ്ടല്ലോ, അതിലൊരു 3 ഞാൻ പറഞ്ഞേ പരിക്ക് പറ്റിയ 2 സ്ത്രീകളും ഉണ്ട്. ഇവരിയ്ക്കുന്നുണ്ടോ, അവർ സ്റ്റേഷൻ്റെ പുറത്താണ്, ഒന്നുമില്ല. മൂപ്പര് വരുന്നു, മൂപ്പര് നേരെ കയറുന്നു, ഒറ്റ പോക്ക്, ഡോറും അടച്ച്. ഉറങ്ങാൻ പോയതായിരിക്കും അണ്ണൻ, എന്താണെങ്കിലും അങ്ങനെ പോയി. ഒരു സാർ എന്താണെങ്കിലും നല്ല കിടലായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മൂപ്പര് മറ്റേ തന്നെ, നിങ്ങൾ എന്തെങ്കിലും അവരിൽ നിന്ന് വാങ്ങിയെടുക്കാൻ പറ്റുമെങ്കിൽ എടുക്ക്, അല്ലാന്നുണ്ടെങ്കിൽ കേസൊക്കെ ആയിട്ട് പോയിട്ട് എന്തെങ്കിലും ആവുകയാണെങ്കിൽ അന്ന് കിട്ടട്ടെ. അങ്ങേര് ഇതും പറഞ്ഞ് അങ്ങേര് ഒരു സൈഡിൽ അങ്ങേരും ഒരാൾ ഫുട്ബോളൊക്കെ കണ്ട് അതിൻ്റെ പറവാണ് തോന്നുന്നുണ്ട് ആ ദിവസത്തെ. അങ്ങേര് അവിടെ ഫുട്ബോളൊക്കെ കണ്ട് അങ്ങേര് ഇരിക്കുന്നുണ്ട്. നമ്മൾ വളരെ എന്താ പറയുക, വണ്ടി ഇടിച്ച സമയത്തുള്ളൊരു പാനിക് സിറ്റുവേഷൻ അതൊന്ന് ഈസ് ഡൗൺ ഒന്ന് കൂളാക്കണമല്ലോ. അപ്പോഴത്തേക്കും പിന്നെ കുറച്ച് ഫണ്ണൊക്കെ പറഞ്ഞു തുടങ്ങി. വണ്ടിയല്ലേ, ഇടിക്കും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അത് പോട്ട്, ഇപ്പോൾ പരിക്കൊന്നും പറ്റാതെ രക്ഷപ്പെട്ടല്ലോ. കുറച്ചൊന്ന് സിറ്റുവേഷൻ ഒന്ന് കൂളായപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് തണുത്ത് അങ്ങനെ രാത്രി അവിടെ നിന്ന് പോകുന്നു. ഇതെന്ന് എനിക്കിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിച്ചു പോകും ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ലോറിക്കാരോടൊക്കെയാണ്, ബസ്സുകാരോടും പ്രത്യേകിച്ച്. നിങ്ങളത് വലിയ ഇരുമ്പും കൂടായിരിക്കും വണ്ടി. ഓക്കെ, ഈ സാധനം വന്നിട്ട് നിങ്ങൾ തീരെ ഒരു നോട്ടമില്ലാതെ ചെറിയ വണ്ടികളെ ഒട്ടും നോക്കാതെ ഇടിച്ചു കുത്തി കയറ്റിയുള്ള പരിപാടി കാണിച്ചു കഴിഞ്ഞ് ഇവർക്ക് എന്താ ഒരു തരം ധൈര്യമാണ്, ഇവിടുത്തെ സിസ്റ്റത്തിനോടുള്ള പുച്ഛം. ഇടിച്ച് കൊന്നാലും കുഴപ്പമില്ല, അവിടെ വിഷയമില്ല. അതാ പോലീസുകാരും അതാ പറയുന്നത്, ഇങ്ങനെ രാത്രി റൂട്ടിൽ ഓടുന്ന വണ്ടിക്കാർക്ക് ഒരു പ്രത്യേക ധൈര്യമാണ്. ഒരാൾ മരിച്ചാലടക്കം അവർക്ക് എങ്ങനെയാണ് അതിൻ്റെ രീതികളെന്ന് അറിയാം. അല്ലെങ്കിൽ നമ്മൾ ചോര കണ്ട് അറപ്പ് തീർന്നു എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവിടുത്തെ ചില വണ്ടിക്കാരുടെ അവസ്ഥ. അവർക്കിത് പുത്തരിയല്ല, വിഷയമേ അല്ല. അവരിടിച്ചിടും, കുത്തിയിടും, നമ്മൾ മാറിക്കൊടുത്ത് സൈഡായി പോകണം. ഇനി ഇടിച്ചോ കുത്തിയോ ഇട്ടാലോ ഞങ്ങൾക്ക് ഇറക്കാനുള്ള ലോഡ് ഞങ്ങൾക്ക് സ്ഥലത്ത് ഇറക്കണം. നമുക്ക് മാത്രമേ കൂട്ടവും കുടുംബവും കുട്ടികളും അരിപ്രശ്നമുള്ളൂ, ബാക്കി ആരും ഞങ്ങൾ നോക്കില്ല. ഈ മെൻറ്റാലിറ്റിയാണ് പലർക്കും. അതിന് ഭയങ്കരമായിട്ട് ഇവർ ഈ മെൻറ്റാലിറ്റിയിൽ ഇവരെ സഹായിക്കുന്ന കുറേയൊക്കെ പറയാനുള്ള നല്ല പോലീസുകാരുണ്ട്. ചില പോലീസുകാരെങ്ങനെ അറിയും, അതായത് നിങ്ങൾ അവരെ ഭാഗത്താവാം, അതാണ് മെയിൻ, അവരെ ഭാഗത്താണ്. കാരണം സ്ഥിരമായിട്ട് കേസുകളായിട്ട് വരുന്നതോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അവർക്ക് ഉപയോഗം ഉള്ളതോ ആയിട്ടുള്ള ആളുകളായിരിക്കാം മേ ബി, എല്ലാവരെയും പറയുന്നില്ല, ചിലർ. അപ്പോൾ വലിയ വണ്ടിക്കാരോടാണ്, നിങ്ങൾ ചെറിയ വണ്ടികളൊന്ന് കൺസിഡർ ചെയ്യണം. അത് നിങ്ങൾ ചെയ്യുന്നില്ല പലരും. ഓക്കെ, പിന്നെ അബദ്ധം നിങ്ങളതിൽ നിന്ന് പറ്റി. ഇപ്പം ഈ പൈസ തരാത്തയും പൈസയും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും, എല്ലാ മനുഷ്യന്മാരാണ്, നമുക്ക് മനസ്സിലാവും. ഞാൻ അവരോടത് പറഞ്ഞത്, മനസ്സിലാവും നമുക്ക് കാര്യങ്ങൾ. പക്ഷേ നമ്മളെ കൈ കൊണ്ടാണ് ഒരു അപകടം ഉണ്ടായ, ആ അപകടം ഉണ്ടായ സമയത്ത് അപ്പുറത്ത് ആർക്കെങ്കിലും പരിക്ക് പറ്റിയൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കേണ്ട ഒരു സാമാന്യ മര്യാദ അത് ചെയ്യാൻ പറ്റണം. ഓക്കെ, പിന്നെ ഈ വണ്ടിയുടെ മുതലാളിമാരുണ്ടാവില്ലേ, ഒരു വണ്ടി അപകടത്തിൽ പറ്റി, അപകടമായി എന്നറിയുമ്പോൾ ആ വണ്ടീൻ്റെ പണിക്കാർ, ഡ്രൈവറും ക്ലീനറും വിളിക്കുമ്പോൾ
എനിക്കൊന്നും പറയണ്ട, നിങ്ങൾ ഡീൽ ചെയ്തു, പൈസ കൊടുക്കാൻ നിങ്ങളോട്. എല്ലാം കൂടി അവരെ തലയിലിട്ട് ഒരു രീതി, അവർക്കറിയാം ലോഡ് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാനുള്ള പരിപാടി വേഗം നോക്കിക്കോ. ഇതാണ് ഒരു മുതലാളി പറഞ്ഞു കൊടുക്കുന്നത്, ലോഡ് എത്തിക്കാനുള്ള. അങ്ങനെയൊക്കെ എന്തുവാണ് ഇത്? ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മനസ്സിലായത്, വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ആരെയും തട്ടിപ്പോകണം. തട്ടിപ്പോയിട്ടും കാര്യമില്ലെന്നാണ് സാറ് പറഞ്ഞത്, പോലീസ് അറിയും. എന്നാലും കുഴപ്പമില്ലാതെ പുറത്തിറങ്ങി വരുന്നവരുണ്ടെന്ന് പറഞ്ഞു. എന്താണെങ്കിലും വണ്ടി ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. ആ വണ്ടി ആയതുകൊണ്ട് സമാധാനത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റും. വലിയ പ്രശ്നങ്ങളുണ്ടായില്ല. ഇനിയിപ്പോൾ വണ്ടി നന്നാക്കണം, അത്രേ ഉള്ളൂ. അത് പോട്ടെ, ഇനിയിപ്പോൾ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല, പറ്റേണ്ടത് പറ്റിപ്പോയി. പക്ഷേ ഒട്ടും മനുഷ്യജീവന് വില കൊടുക്കാത്ത പരിപാടി ഉണ്ടല്ലോ, അത് കാണുമ്പോഴാണ് സത്യത്തിൽ സങ്കടവും ദേഷ്യവും വരുന്നത്. പിന്നെ ഇതിനിടയിൽ ഞാൻ പറഞ്ഞല്ലോ, കമ്മീഷൻ അടിക്കുന്ന പരിപാടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അതൊരു മോശം പണിയാണ്. അതെന്തോന്നറിയത്, അത് അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാ. ഞാൻ സിജോനോട് വീണ്ടും ചോദിച്ചു, കാരണം വന്ന നാട്ടുകാരൊക്കെ അത്യാവശ്യം നമ്മളെ നല്ല ട്രീറ്റ് ചെയ്തത്. അവർ ലോറിക്കാരാണെങ്കിൽ നമ്മളാണെങ്കിൽ വലിയ വിഷയമൊന്നുമില്ല. പിന്നെ ലോറിക്കാരെ ഭാഗത്ത് നമ്മളെ ഭാഗത്ത് നിൽക്കാൻ ആളുകൾ കാണുമല്ലോ. ഒരു നാട്ടിൽ എന്താണെങ്കിലും 1-2 ആൾക്കാർ അങ്ങനെ കാണും. അങ്ങനെ 1-2 പേരുണ്ടായിരുന്നു, അത് പോട്ടെ. പക്ഷേ ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ ആനിമോസ് ചെയ്യുന്ന പരിപാടി എനിക്കറിയില്ല, അത് ആരെ ചെയ്തേ എനിക്ക് വിടത്തില്ല. അവിടെയുള്ള നാട്ടുകാർ ഞാൻ സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞത് കുഴപ്പമില്ല, അടുത്ത് നല്ല ഹോസ്പിറ്റൽ. അവർ ചിലപ്പോൾ ആ നല്ല ഇൻറ്റൻഷൻ വെച്ച് പറഞ്ഞതായിരിക്കും. ഞാൻ വീണ്ടും അത് ചോദിക്കുന്നുണ്ട്, ചേട്ടാ നല്ല ഇൻറ്റൻഷൻ കൊണ്ട് പറഞ്ഞതായിരിക്കില്ലേ? അപ്പോൾ വിനു ബ്രോ പറഞ്ഞു, അല്ല സായി ബ്രോ, അവിടെ ചില ആളുകൾ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു നോക്കണം. എന്താണെങ്കിലും നാട്ടുകാർ നല്ല ഹെൽപ്പായിരുന്നു. പിന്നെ അവിടെ ഷിയാസ് കരീമിൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ടായിരുന്നു, അവർ നല്ല ഹെൽപ്പായിരുന്നു. ലോറിക്കാരുടെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ഈ ലോറിയുടെ ക്ലീനർ മാത്രം ഈ പറഞ്ഞ പോലെ ഒരുമാതിരി അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. മുന്നിൽ മീൻ വണ്ടി എന്നാണ് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞത്, മരവണ്ടി ആയിരുന്നു, അവിടെ തന്നെ അത് പൊളിഞ്ഞു. അപ്പോൾ ക്ലീനർ അങ്ങനെ ഇയർഫോണും വെച്ച് ഉറങ്ങുകയായിരുന്നു. അങ്ങനെ തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. എന്താണെങ്കിലും അയാൾ ഇടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി രക്ഷയല്ല. ഇടി നമ്മളെ ഭാഗത്താണ് തെറ്റ്, ഇനി അവരെ കയറി അറ്റാക്ക് ചെയ്യാം, ആ രീതിയായിരുന്നു അയാളുടെ ഒരു മൈൻഡ് സെറ്റ്. നാളെ അയാളെ കുടുംബത്തിനും വണ്ടി പോകുമ്പോൾ ഇതേമാതിരി പറ്റിക്കഴിഞ്ഞാൽ തിരിച്ച് വലിയ വണ്ടിയിലുള്ള ആൾക്കാർ വരുമ്പോൾ ഇതേമാതിരി പറഞ്ഞ് നിൽക്കുമെന്നുള്ള അറിയില്ല. അങ്ങനെയാണെങ്കിൽ നാട്ടുകാരിൽ നിന്ന് പൊട്ടിക്കൽ കിട്ടും. എന്താണെങ്കിലും ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മളിവിടുത്തെ ഒരു ബേസിക് സാധനം മനുഷ്യത്വമില്ലായ്മ എന്നുള്ളൊരു പരിപാടി എനിക്ക് ഇന്നലത്തോടു കൂടി മനസ്സിലായി. ഓക്കെ, സിസ്റ്റവും പോലീസും അല്ലെങ്കിൽ ബാക്കി പരിപാടി ആക്സിഡൻ്റ് ഒക്കെ നിങ്ങൾ വിട്. അപകടം പറ്റിയതിന് ശേഷം ഞങ്ങൾക്ക് ഇറക്കാനുള്ള ലോഡ് ഞങ്ങൾക്ക് കൃത്യമായി ഇറക്കണം, അതിനുള്ള വഴിയെ ഞങ്ങൾ നോക്കൂ. വേറെയുള്ള ആരെ എന്ത് പറ്റിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ. അത് റോട്ടിൽ തന്നെ അവനാൻ്റെ നെഞ്ചത്ത് പറ്റി അവനാൻ കിടക്കുന്ന സമയത്ത് വേറുള്ളവർ അവനാന് പറയും. അപ്പം മനസ്സിലാവുക സംഗതി എത്രത്തോളം മോശമാണ് അവർ ചെയ്യണമെന്നുള്ളത്. അത് ഇനി ചെയ്യാതിരിക്കുക, ഒരു വണ്ടിക്കാരോ ചെയ്യാതിരിക്കുക. തട്ട് കിട്ടി അല്ലെങ്കിൽ എന്തോ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയാലും നമുക്കിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിലും ആരെങ്കിലും അപകടത്തിൽ പരിക്കുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൺസിഡർ ചെയ്യണം. എനിക്ക് അതാണ് ഭയങ്കരമായിട്ട് സങ്കടമായി. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒന്നല്ല പറഞ്ഞത്, സാറടക്കം പോലീസുകാരനടക്കം അത് പറയുന്നില്ല. പോലീസുകാർക്ക് അത് പറയാനുള്ള എല്ലാ വോയിസും അവർക്കുണ്ട്, അതിനുള്ള പവർ അവർക്കുണ്ട്. ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ അവരവിടെ നിർത്തിച്ചിട്ട് പറയാം, ലോഡൊക്കെ അവിടെ ഇരിക്കട്ടെ, ഹോസ്പിറ്റലിൽ പോയ 2 പേരുടെ വിവരം അറിഞ്ഞിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി. അപ്പം അങ്ങേര് പറയാം, ഞാൻ അങ്ങനെ അവരവിടെ നിർത്തിച്ച് അത് വേറെ പ്രശ്നമാവും, ലോഡ് വണ്ടി പിടിച്ചു വെച്ചു എന്നുള്ള പ്രശ്നമേ. ലോഡ് വണ്ടിയാണ് നമ്മളെ നെഞ്ഞത്ത് വന്ന് കുത്തി കയറ്റിയത്. ഇവിടെ എന്തൊക്കെ അതാലോചിച്ചു. അല്ലെങ്കിൽ കൊള്ളാം, വലിയ പ്രശ്നങ്ങളൊന്നും ആർക്കും പറ്റിയില്ല, വലിയ സീനൊന്നുമില്ല. വണ്ടി നന്നാക്കാൻ കുറച്ച് പൈസ പോകുന്നുള്ളൂ, എന്നാലും ജീവൻ്റെ അത്ര വരില്ലല്ലോ. ഏത് അങ്ങനെയാണ് സമാധാനിക്കാം. ഓക്കെ, ബൈ.